കൊച്ചി പള്ളുരുത്തി സെന്റ് റീതാസ് പബ്ലിക് സ്കൂളിലെ ശിരോവസ്ത്ര വിവാദത്തിൽ നിലപാട് മാറ്റാത്ത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും സ്കൂൾ മാനേജ്മെന്റും വിദ്യാർത്ഥിനിയോട് സംസാരിച്ച് പ്രശ്നം തീർക്കണമെന്നും യൂണിഫോമിന്റെ നിറത്തിൽ ശിരോവസ്ത്രമാകാമെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അല്പം മുമ്പ് കോഴിക്കോട്ട് പറഞ്ഞു. സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും പാലിച്ചു വന്നാൽ വിദ്യാർത്ഥിനി സ്വീകരിക്കാമെന്നാണ് പ്രിൻസിപ്പൽ എടുത്തിരിക്കുന്ന നിലപാട്. മന്ത്രിയുടെയും സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലീന ആൽബിയുടെയും പ്രതികരണങ്ങളിലേക്ക്. കുട്ടിക്ക് എന്തെങ്കിലും മാനസിക സംഘർഷത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി സ്കൂൾ അധികാരികളായിരിക്കും. ഇവിടെ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ആ കുട്ടി അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള സമ്മർദ്ദം എത്രമാത്രമാണ്. സ്കൂളിന് ഒരു മാന്യമായ പ്രശ്നം പരിഹാരം കാണുന്നതിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് സ്കൂൾ യൂണിഫോമിന് മാറ്റം വരുത്താതെ ഈ ശിരോവസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞ കുട്ടിക്ക് മാനേജ്മെൻറ്റും സ്കൂൾ അധികാരികളും പ്രിൻസിപ്പാളും രക്ഷകർത്താക്കളും തമ്മിൽ ആലോചിച്ചിട്ട് സെയിം കളറിലുള്ള ശിരോവസ്ത്രം കൊടുക്കുക. അപ്പോൾ പ്രശ്നം തീർന്നല്ലോ. ഇവിടുത്തെ ഈ സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥിനി വന്നാൽ ആദ്യ ദിനം വന്ന അതേ സ്നേഹത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാകുവോളം ആ കുഞ്ഞിനെ വിദ്യ നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു കിട്ടിയിട്ടില്ല, അറിവ് കിട്ടിയിട്ടില്ല. ദാറ്റ്സ് ഓൾ. ആൻ മരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിദ്യാർത്ഥികളോട് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം പിന്നീട് എപ്പോഴും പോയി എന്ന വരികൾക്കിലൂടെ വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നു. എന്താണ് ആൻ മരിയ കാണുന്നത്? ഇവർക്കൊക്കെ കുട്ടികളോടല്ലേ സ്നേഹം? പറയൂ. അങ്ങനെ തന്നെയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ സ്കൂൾ പ്രിൻസിപ്പൾ ഈ വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കുമ്പോൾ തന്നെ ചോദ്യങ്ങളൊന്നും പാടില്ല എന്ന് ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ സ്കൂൾ പ്രിൻസിപ്പളിന്റെ വാർത്താ സമ്മേളനം ആരംഭിക്കുന്നതും. അത് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഉൾപ്പെടെ അതിനകത്ത് നന്ദി പറയുന്നുണ്ട്. ആദ്യഘട്ടത്തിലൊക്കെ വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു, പിന്നീട് അങ്ങോട്ട് ഉണ്ടായിരുന്നില്ല എന്നും ഇതിനകത്ത് പറയുന്നുണ്ട്. അത് ഉൾപ്പെടെ ഹൈക്കോടതിക്കും ഒപ്പം വിദ്യാഭ്യാസ മന്ത്രി ഹൈബീഡൻ എം പി ഉൾപ്പെടെയുള്ളവർക്ക് നന്ദി പറയുന്നു. നമ്മൾ മാധ്യമങ്ങൾക്കും നന്ദി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മാധ്യമങ്ങളോടുള്ള ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറുകയാണ് സ്കൂൾ പ്രിൻസിപ്പൽ ചെയ്തിരുന്നത്. കുട്ടി TC മേടിച്ച് പോകാനായിട്ടാണ് നിൽക്കുന്നത്. കുട്ടിക്ക് മാനസിക സമ്മർദ്ദം, നിരവധി കണക്കിനുള്ള പ്രശ്നങ്ങൾ സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ പിന്തുടർന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് താല്പര്യമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടിയെ TC മേടിച്ച് മറ്റൊരു സ്കൂളിലേക്ക് മാറ്റുകയാണെന്നാണ് പിതാവ് രാവിലെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിതാവിന്റെ വാർത്താ സമ്മേളനം ഉടനുണ്ടാകും. കുറച്ച് കാര്യങ്ങൾ കൂടി അതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് പറയാനുണ്ടെന്നാണ് പിതാവ് അറിയിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 10:00 കൂടി പിതാവിന്റെ വാർത്താ സമ്മേളനത്തിലും കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും. പക്ഷേ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, വിദ്യാഭ്യാസ മന്ത്രിയുടെ തരത്തിലുള്ള രൂക്ഷമായിട്ടൊരു വിമർശനം സ്കൂൾ മാനേജ്മെന്റിന്റെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കുട്ടിക്ക് മാനസിക സമ്മർദ്ദം നേരിട്ടിട്ടുണ്ട് എങ്കിൽ അതിന് പിന്നിൽ സ്കൂൾ മാനേജ്മെന്റാണ്, അവിടുത്തെ അധ്യാപകരാണ് എന്നുള്ള കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത തരത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. പക്ഷേ ആ പ്രതികരണത്തിന് പിന്നാലെയും സ്കൂൾ മാനേജ്മെന്റിന്റെ തരത്തിന് മറ്റൊരു തരത്തിലുമുള്ള ഒരു വ്യത്യാസവും അവരുടെ നിലപാടിൽ വന്നിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പ്രിൻസിപ്പലിന്റെ വാക്കുകൾ. TC മേടിക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള അറിവും തങ്ങൾക്കില്ല എന്നും സ്കൂൾ നിയമാവലി അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ് എങ്കിൽ ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ ആദ്യ ദിവസം കുട്ടി എങ്ങനെയാണോ സ്കൂളിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ സ്വീകരിച്ചത് അതുപോലെ തന്നെ കുട്ടിയെ സ്വീകരിക്കും എന്നാണ് ഈ സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ശിരോവസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള തർക്കം അത് ഒരു വലിയ തരത്തിലേക്ക് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.